ദിവസവും അയാൾ ശബരിമലയിലെത്തും. സന്നിധാനത്തും പരിസരങ്ങളിലും പത്രം വിതരണം ചെയ്യും. നടയടിച്ചു കഴിഞ്ഞാലും പത്രം എത്തിക്കുന്നത് തുടരും. വയനാട് മീനങ്ങാടി സ്വദേശിയായ സ്വാമി എന്ന് വിളിക്കുന്ന ശ്രീധരന് 1/4 നൂറ്റാണ്ടായി ഇത് തൻ്റെ ദിനചര്യയാണ്. ഈ 67-ാം വയസ്സിലും മലക്കയറ്റമൊക്കെ ഇദ്ദേഹത്തിന് നിസ്സാരവും. 33-ാം വയസ്സിൽ അമ്മ മരിച്ചതോടെ ഒറ്റയ്ക്കായ ശ്രീധരന് സന്നിധാനത്തെത്തും മുമ്പേയുള്ള കഥകളും ഒത്തിരി പറയാനുണ്ട്. അമ്മ മരിച്ച സഹോദരങ്ങൾ ആരും ഇല്ലായിരുന്നു. ഇങ്ങനെയായി എനിക്കൊരു അന്ന് തന്നെ ഞാനൊരു ദൈവീയമായിട്ട് മൂകാംബി ക്ഷേത്രത്തിൽ കുറേ നാൾ പോയി അങ്ങനെ വചനമൊക്കെ ഇരുന്നു. ഞാൻ ഒരു ക്ഷേത്രങ്ങളായിട്ടൊരു താല്പര്യമായി. അല്ല, വയനാട്ടിൽ നിന്ന് നടന്ന് നമ്മുടെ കണ്ണൂർ വഴിയാണ് നെടുമ്പേൽ ചരം വഴിയാണ് പോകുന്നു. അങ്ങനെ ഇറങ്ങി മറ്റേ കണ്ണൂർ വന്ന് കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് മൂകാംബിയിലെത്തി. മൂകാംബിയിൽ നിന്ന് 1.5 വർഷത്തോളം അവിടെ ഉണ്ടാകും. അവിടെ പൂജാരിമാർ നെയ്വിളക്ക് വഴിപാടായിട്ട് സമർപ്പിക്കുന്ന നെയ്വിളക്കുകളൊക്കെ തുടച്ചു കൊടുക്കാനും കൊടജാത്രിക്ക് ഗൈഡായിട്ട് ആളെ കൊണ്ടുപോയാലും അവിടെ നിന്നുണ്ടെങ്കിൽ അവർ ചിലവിനുള്ള പൈസ തരും. പിന്നെ അപ്പോൾ അവർ വിളക്കുകളെല്ലാം തുടച്ചു കൊടുക്കുന്നതുകൊണ്ട് ദേവസ്വം നമുക്ക് ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ എനിക്കങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി 1.5 വർഷത്തോട് കുറച്ച് നാൾ പോയി ആരോട് സംസാരിക്കാതെ മൗനവ്രതം ഇരിക്കണം. അങ്ങനെ സർവജ്ഞപുരത്തിൽ പോവുകയാണ്. സർവജ്ഞപുരത്തിൽ ചിത്രമൂലയിൽ പോയി കൊടജാത്രിയിൽ നിന്ന് ചിത്രമൂലയിൽ പോയി ഒരു പാറയിടുക്കിലിരുന്ന് 1.5 വർഷത്തോളം ജലം മാത്രം കുടിച്ചു. ഈ നട നോക്കുന്ന സമയങ്ങളിൽ ദർശനം നടത്തി ഹരിദ്വാറിൽ വന്ന് അവിടെ നിന്ന് തിരിച്ച് അമർനാഥ യാത്ര നടത്തും. അമർനാഥ യാത്ര നടത്തി തിരിച്ച് ഹിമാചലിലുള്ള എല്ലാ ദേവീക്ഷേത്രങ്ങളിലും തൊഴുതിട്ട് അവിടെ നിന്ന് പത്താംകോട് വന്നിട്ട് പത്താംകോട് നിന്ന് മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്ര ഭൂമിയിലെത്തി അവിടെ കുറച്ച് നാൾ 1 വർഷത്തോളം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് പിന്നെ ഡൽഹിയിൽ വന്ന് അക്ഷയറാം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഡൽഹിയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും കണ്ട് പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോവർദ്ധനഗിരി കൊടയാക്കി പിടിച്ച ഗോവർദ്ധനഗിരി, താജ്മഹൽ, പിന്നെ ഇങ്ങനെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ അവിടെ നിന്ന് നടന്ന് ഞാൻ പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തിൽ വരുന്നു. അവിടെ വന്നപ്പോഴത്തോളം എനിക്ക് പനിയായിട്ട് തളർന്നു. എനിക്ക് പൈസയും കഴിയില്ല. ഒരാൾ 20 രൂപ തന്നു. കണ്ണൂർ വന്നിറങ്ങിയപ്പോൾ രാത്രി 12 മണിയായി. അവിടെ കിടന്ന് ഒരു യാത്രക്കാരൻ കൊണ്ടുപോയി ചോറിൻ്റെ പൊതി എന്നാൽ ചോറും കഴിച്ച് പിറ്റേ ദിവസം രാവിലെ 7 മണിക്കുള്ള വണ്ടിക്ക് മറ്റേ ചെങ്ങന്നൂർ വന്നിറങ്ങി. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി. അങ്ങനെ 1.5 വർഷത്തിൽ അവിടെ കഴിഞ്ഞു. പിന്നെ എനിക്ക് തോന്നി എൻ്റെ അയ്യപ്പൻ ഒന്ന് കാണുമെന്ന് വിചാരിച്ചിറങ്ങി. അവിടെ നിന്ന് 5 പൈസയും കഴിയില്ല. ആറന്മുളയിൽ നടന്ന് പത്തനംതിട്ട വന്ന് പത്തനംതിട്ടയിൽ നിന്ന് 64 കിലോമീറ്റർ 3 ദിവസം കൊണ്ട് നടന്നു 2000 നവംബർ മാസം 1-ാം തീയതി ഇവിടെ വന്നു.